മുഖ്യമന്ത്രിയും മകളും ഉൾപ്പെട്ട മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി CMRLന് ചെയ്തു കൊടുത്തെന്ന് ആരോപിക്കുന്ന അവിഹിത പ്രത്യുപകാരം അത് തെളിയിക്കാനോ വിജിലൻസ് കോടതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനോ ഹർജിക്കാരനായ മാത്യു കുഴൽനാടന് കഴിഞ്ഞില്ല. ചോദ്യങ്ങൾക്കെല്ലാം ബബ്ബ ആയിരുന്നു മറുപടി. ഹർജിയിൽ കോടതി 6-ാം തീയതി വിധി പറയും. പ്രത്യേക വിജിലൻസ് കോടതി ജഡ്ജി MV രാജകുമാരയാണ് കേസ് പരിഗണിച്ചത്. ഹർജിയിലെ ആരോപണങ്ങൾ അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ എങ്ങനെ വരുമെന്നതുൾപ്പെടെയാണ് കോടതി ചോദ്യങ്ങൾ ചോദിച്ചത്. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ജില്ലാ കളക്ടറും CMRLന് നൽകിയ അനുകൂല റിപ്പോർട്ടടക്കം 4 രേഖകൾ കൂടി കുഴൽനാടൻ ഹാജരാക്കിയതോടെ അതിന്മേലും കോടതി വാദം കേട്ടു. KMERLൻ്റെ കൈവശമുള്ള അധിക ഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ സർക്കാർ നൽകിയ ഉത്തരവ് 1999 കേന്ദ്ര ഭൂഗർഭ ഭൂപര്യവേഷണ മന്ത്രാലയം സ്വകാര്യ വ്യക്തികളുടെ ഖനനാനുമതി റദ്ദാക്കാൻ ആവശ്യപ്പെട്ടുള്ള നിർദ്ദേശം, CMRLൻ്റെ അപേക്ഷ പരിഗണിക്കണമെന്ന മന്ത്രിസഭാ മിനിറ്റ്സ് എന്നിവയാണ് ഹാജരാക്കിയ മറ്റു രേഖകൾ. എന്നാൽ അനുകൂല റിപ്പോർട്ടുണ്ടായിട്ടും CMRLൻ്റെ അപേക്ഷ ലാൻഡ് ബോർഡ് തള്ളിയെന്നും അഡ്വക്കേറ്റ് ജനറലിൻ്റെ പക്കൽ നിന്ന് നിയമോപദേശം തേടണമെന്നാണ് മിനിറ്റ്സിലുള്ളതെന്നും വിജിലൻസ് പ്രോസിക്യൂട്ടർ വാദിച്ചു. ഏത് തെളിവാണ് മുഖ്യമന്ത്രിക്കെതിരെ ഹാജരാക്കിയതെന്ന് കോടതി ചോദിച്ചപ്പോഴും കുഴൽനാടന് വ്യക്തമായ മറുപടി ഉണ്ടായില്ല. അന്നേരവും മറുപടി ബബ്ബ. അതിനുശേഷം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ രേഖകൾ പത്രസമ്മേളനത്തിൽ കുഴൽനാടൻ പുറത്തുവിട്ടു. താൻ മുമ്പ് ഉന്നയിച്ച ആരോപണങ്ങളുടെ രേഖകളാണിതെന്നും മുഖ്യമന്ത്രിയുടെയും മകളുടെയും പങ്ക് തെളിയിക്കുന്നതാണെന്നും അവകാശപ്പെട്ടു. കരിമണൽ ഖനനത്തിന് വാങ്ങിയ 24 ഏക്കർ ഭൂമിയിൽ ഖനനം നടക്കില്ലെന്ന് വന്നതോടെ CMRL സമർപ്പിച്ച ടൂറിസം പദ്ധതിക്കായി വകുപ്പുകളിൽ നിന്ന് ഇടപെടലുണ്ടായി. ഖനനത്തിന് 2 തവണ അപേക്ഷിച്ചപ്പോഴും കളക്ടർ അധ്യക്ഷയായുള്ള ജില്ലാതല സമിതി അനുമതി നൽകാതെ സർക്കാരിലേക്ക് അയച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ പദ്ധതി നൽകാൻ ലാൻഡ് ബോർഡ് സെക്രട്ടറി കമ്പനിയോട് നിർദ്ദേശിച്ചു. ഇതോടെയാണ് കമ്പനി ടൂറിസം പദ്ധതി സമർപ്പിച്ചത്. ഈ പദ്ധതി അംഗീകരിക്കാൻ മാത്രമാണ് രേണുരാജിനെ അവിടെ കളക്ടറായി നിയമിച്ചത്. പുതിയ പദ്ധതിക്കായുള്ള നിർദ്ദേശത്തിൽ അഴിമതിയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നാണ് കുഴൽനാടൻ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത്. കുഴൽനാട എത്ര തലനാരിഴ കീറി പരിശോധിച്ചാലും ഒരു രക്ഷയുമില്ല. കാരണം ഇതിലും വലിയ കാര്യങ്ങൾ കേന്ദ്ര ഏജൻസികൾ വരെ വന്ന് അന്വേഷിച്ചിട്ടും ഒരു പൂടയും കണ്ടെത്താൻ പറ്റിയില്ല. പിന്നെയല്ലേ ഇത്? മടിയിൽ കനമുള്ളവൻ വഴിയിൽ തപ്പിയാൽ മതി. ഈ ഓലപ്പാമ്പൊന്നും കണ്ടാൽ പേടിക്കുന്ന ഇനമല്ല. വേറെ എന്തെങ്കിലും നമ്പറുകളുണ്ടോ എന്ന് നോക്ക്.